ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നാം പാർട്ട് 6 ക്ലാസ്സിൽ നാട്യപ്രയോഗത്തിന് ദേവന്മാർ എന്തെല്ലാം ഉപഹാരങ്ങളാണ് നൽകിയതെന്നും കർത്തരീമുഖ ഹസ്തവിനിയോഗം ചെയ്യുന്നത് എങ്ങനെയെന്നും മനസ്സിലാക്കി. ഇന്ന് നാട്യപ്രയോഗ സമയത്ത് അസുരന്മാർ എന്തുകൊണ്ടാണ് വിഘ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് നോക്കാം. ഭരതപുത്രന്മാർ നാട്യ അവതരണത്തിന് എടുത്ത കഥ ദേവേന്ദ്ര വിജയം ആയിരുന്നു. ദേവേന്ദ്ര വിജയത്തിൽ ദേവന്മാരുടെ വിജയവും അസുരന്മാരുടെ പരാജയവുമായിരുന്നു ഇതിവൃത്തം. ഇതിൽ ദേവന്മാരുടെ വിജയം എത്തിയ സമയത്ത്, വിജയം നാട്യമായി അവതരിപ്പിച്ച സമയത്ത് അസുരന്മാർ വളരെയധികം കോപാകുലരായി. തങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നതിനു വേണ്ടിയാണ് ഇപ്രകാരത്തിൽ ഒരു കഥ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് അവർ നാട്യത്തിന് വിഘ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ഇതുകണ്ട ദേവേന്ദ്രൻ വളരെയധികം ക്രോധത്തോടുകൂടി കൊടിമരമെടുത്ത് അസുരന്മാരെ അടിച്ചു തുടങ്ങി. ദേവേന്ദ്രന്റെ അടികൊണ്ട് അസുരന്മാരുടെ ദേഹം ജർജരീകരിച്ചതുമൂലം, ജർജരീകരിക്കുക എന്നാൽ ഞെരിക്കപ്പെടുക എന്ന അർത്ഥം, ജർജരീകരിച്ചു. അസുരന്മാരുടെ ദേഹം ജർജരീകരിച്ചതുമൂലം ഈ കൊടിമരത്തിന്, അതായത് ഈ ധ്വജത്തിന് ജർജരം എന്ന പേരുകൂടി ലഭിച്ചു. തുടർന്ന് ബ്രഹ്മാവ് അസുരന്മാരുടെ നേതാവായ വിരൂപാക്ഷനെ വിളിച്ചു വരുത്തി നാട്യത്തിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ശാരീരികവും മാനസികവുമായി വിഷമങ്ങൾ അനുഭവിക്കുന്ന ആർക്കും സന്തോഷവും സമാധാനവും നൽകുന്നതിന് വേണ്ടിയാണ് നാട്യം സൃഷ്ടിച്ചിരിക്കുന്നത്. നാട്യത്തിലെ ഇതിവൃത്തം, അതായത് കഥയായി അവതരിപ്പിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് ആകർഷണീയമായതും സത്യാസത്യങ്ങൾ വേർതിരിച്ച് അറിയുന്നതിനും വേണ്ടിയുള്ളതാണ്. വേദവും മന്ത്രവും പൂജാതി കർമ്മങ്ങളും ആചരിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങൾ ഒരു നാട്യപ്രയോക്താവിനും അതിൽ പങ്കാളികളാവുന്ന മറ്റുള്ളവർക്കും ലഭിക്കുന്നതാണ്. ഇപ്രകാരം ബ്രഹ്മാവ് വിരൂപാക്ഷനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. തുടർന്നുള്ള നാട്യ അവതരണത്തിന് വിഘ്നങ്ങൾ ഒന്നും ഉണ്ടാകരുതെന്ന് കരുതി ബ്രഹ്മാവ് ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു വരുത്തി നല്ലൊരു നാട്യഗൃഹം പണിയുവാൻ ആവശ്യപ്പെട്ടു. വിശ്വകർമാവ് വളരെ പെട്ടെന്നു തന്നെ നാട്യഗൃഹത്തിൻ്റെ പണി പൂർത്തിയാക്കി. തുടർന്ന് ബ്രഹ്മദേവൻ ഓരോ ദേവന്മാർക്കും നാട്യഗൃഹത്തിൽ ഓരോരോ ചുമതലകൾ നൽകി. ഈ ചുമതലകൾ എന്തെല്ലാമാണെന്ന് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് മയൂരഹസ്ത വിനിയോഗം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മയൂരം എന്നാൽ മയിൽ എന്നാണ് അർത്ഥം. മയൂരഹസ്ത വിനിയോഗഃ. മയൂരാസ്യേ ലതായാം ച ശകുനേ വമനേ തഥാ അലകസ്യാപനയനേ ലലാടതിലകേഷു ച നദ്യുദകസ്യ നിക്ഷേപേ ശാസ്ത്രവാദേ പ്രസിദ്ധകേ ഏവമർത്ഥേഷു യുജ്യന്തേ മയൂരകരഭാവന. മയൂരാസ്യേ മയിലിൻ്റെ കഴുത്ത്. ലതായാം വള്ളി.
ശകുനെ പക്ഷി, വമനെ വൊമിറ്റിംഗ് ഛർദിക്കുക, അളകസ്യാപ നയനെ മുടി വേർപെടുത്തുക, ലലാട തിലകേഷു ച നെറ്റിയിൽ തിലകം തൊടുക, പൊട്ട് തൊടുക എന്നർത്ഥം. നദ്യുദകസ്യ നിക്ഷേപേ നദിയിലെ ജലം ശിരസിൽ തളിക്കുക. ശാസ്ത്രവാദേ ശാസ്ത്രത്തെക്കുറിച്ച് ചർച്ച നടത്തുക. പ്രസിദ്ധകെ പ്രസിദ്ധിയാർജിച്ചത്. ഇതാണ് മയൂര ഹസ്തവിനിയോഗത്തിൻ്റെ അർത്ഥം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബ്രഹ്മാവ് ഓരോ ദേവന്മാർക്കും എന്തെല്ലാം ചുമതലകളാണ് നാട്യമണ്ഡപത്തിൽ നൽകിയതെന്നും അർദ്ധചന്ദ്രഹസ്ത വിനിയോഗം ചെയ്യുന്നത് എങ്ങനെയാണെന്ന്